ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ലൈഫ് ട്രാക്ക് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൊളിറ്റി വിഭാഗത്തിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ 10 ഡേ സ്റ്റഡി സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഒരു വിഷയമേ ആയിരിക്കില്ല. കാരണം നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഞാനിവിടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മുടെ 10 ഡേ സ്റ്റഡി സെഷനിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ നമ്മുടെ ലൈഫ് ട്രാക്കിന്റെ ഒഫീഷ്യൽ മെയിലിലേക്ക് വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. കൺസേൺ ടീം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിലേക്ക് പോയാലോ. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ പറയുള്ളൂ, അവസാനം ഞാൻ ആൻസർ കീ തരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും ഉപകാരമാവുന്ന രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ബി ബങ്കീം ചന്ദ്ര ചാറ്റർജി, സി അരവിന്ദ ഘോഷ്, ഡി ജാദുനാഥ ഭട്ടാചാര്യ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1947 ജൂലൈ 22, ബി 1950 ജാനുവരി 26, സി 2002 ജാനുവരി 26, ഡി 2005 ഒക്ടോബർ 12. മൂന്നാമത്തെ ചോദ്യം, പൗരാവകാശ സംരക്ഷണ നിയമം സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ് പാസാക്കിയത്? ഓപ്ഷൻ എ 1955, ഓപ്ഷൻ ബി 1976, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 2002. നാലാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? മൗലികാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി പ്രധാനമന്ത്രി, ഓപ്ഷൻ സി പാർലമെന്റ്, ഓപ്ഷൻ ഡി സുപ്രീം കോടതി. അഞ്ചാമത്തെ ചോദ്യം, മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി USSR, ഓപ്ഷൻ ഡി അയർലൻഡ്. ആറാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? ഓപ്ഷൻ എ സത്യമേവ ജയന്തേ, ഓപ്ഷൻ ബി സർവേ ഭവന്തു സുഖിന, ഓപ്ഷൻ സി വന്ദേ മാതരം, ഓപ്ഷൻ ഡി ഭാരത് ഭാഗ്യ വിധാത. ഏഴാമത്തെ ചോദ്യം, മോട്ടോർ കാറുകളിൽ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുടെ അളവ് എത്രയാണ്? മോട്ടോർ കാറുകളിൽ ഉപയോഗിക്കുന്ന ദേശീയ പതാകയുടെ അളവ് എത്രയാണ്? ഓപ്ഷൻ എ 150 × 100 mm, ഓപ്ഷൻ ബി 225 × 150 mm, ഓപ്ഷൻ സി 450 × 300 mm, ഓപ്ഷൻ ഡി 300 × 200 mm. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരേയൊരു മുസ്ലിം വനിതാ അംഗം ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരേയൊരു മുസ്ലിം വനിതാ അംഗം ആരായിരുന്നു? ഓപ്ഷൻ എ ആനി മസ്ക്രിൻ, ഓപ്ഷൻ ബി ബീഗം ഐസാസ് റസൂൽ, ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ, ഓപ്ഷൻ ഡി സുജേത കൃപലാനി. ഒൻപതാമത്തെ ചോദ്യം, വോട്ടവകാശം എന്നത് എന്ത് തരം അവകാശമാണ്? വോട്ടവകാശം എന്നത് എന്ത് തരം അവകാശമാണ്? ഓപ്ഷൻ എ മൗലിക അവകാശം, ഓപ്ഷൻ ബി നിയമപരമായ അവകാശം, ഓപ്ഷൻ സി സ്വാഭാവിക അവകാശം, ഓപ്ഷൻ ഡി രാഷ്ട്രീയ അവകാശം മാത്രം. പത്താമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഓപ്ഷൻ എ പൗരാവകാശ സംരക്ഷണ നിയമം, ഓപ്ഷൻ ബി ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്, ഓപ്ഷൻ സി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്, ഓപ്ഷൻ ഡി ഫ്ലാഗ് കോഡ് ആക്ട്. 11ാമത്തെ ചോദ്യം, പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ മതപഠനം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ മതപഠനം നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 25, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 26, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 27, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 28. 12ാമത്തെ ചോദ്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ എ മാൻഡമസ്, ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്,
ഓപ്ഷൻ സി കോവാറൻഡോ, ഓപ്ഷൻ ഡി സെർഷ്യോ റെറായി. 13ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? ഓപ്ഷൻ എ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഓപ്ഷൻ സി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഓപ്ഷൻ ഡി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ BR അംബേദ്കർ, ഓപ്ഷൻ ബി നന്ദലാൽ ബോസ്, ഓപ്ഷൻ സി പ്രേം ബിഹാരി നരേൻ റൈസാദ, ഓപ്ഷൻ ഡി BN റാവു. 15ാമത്തെ ചോദ്യം, ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ എ 1972, ഓപ്ഷൻ ബി 2008, ഓപ്ഷൻ സി 2009, ഓപ്ഷൻ ഡി 2010. 16ാമത്തെ ചോദ്യം, ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്തുള്ള സത്യമേവ ജയതേ ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്തുള്ള സത്യമേവ ജയതേ ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്രഹ്മി, ഓപ്ഷൻ ബി ദേവനാഗരി, ഓപ്ഷൻ സി സംസ്കൃതം, ഓപ്ഷൻ ഡി ഖരോഷ്ടി. 17ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന്? വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2002 ഏപ്രിൽ 1, ഓപ്ഷൻ ബി 2009 ഓഗസ്റ്റ് 27, ഓപ്ഷൻ സി 2010 ഏപ്രിൽ 1, ഓപ്ഷൻ ഡി 2005 ഒക്ടോബർ 12. 18ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 1993, ഓപ്ഷൻ സി 1998, ഓപ്ഷൻ ഡി 2002. 19ാമത്തെ ചോദ്യം, നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമുള്ള റിട്ടം ഏതാണ്? നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമുള്ള റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി പ്രൊഹിബിഷൻ, ഓപ്ഷൻ ഡി സെർഷ്യററി. 20ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ മാഡം ബിക്കാജി കാമ, ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ് ബാനർജി, ഓപ്ഷൻ സി പിങ്കാളി വെങ്കയ്യ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ മാർക്ക് കുറയണതൊന്നും നമുക്ക് പ്രശ്നമല്ല. എക്സാമിൽ മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ നേരെ ആൻസർ കീയിലേക്ക് കടക്കുകയാണ്. ഓക്കെ അല്ലേ? 1ാമത്തെ ചോദ്യം, വന്ദേ മാതരം ഇംഗ്ലീഷിലാക്കിയത് ആരാണ്? അരവിന്ദ് ഘോഷാണ്. 2ാമത്തെ ചോദ്യം, ഫ്ലാഗ് കോഡ് വന്ന വർഷം 2002. 3ാമത്തെ ചോദ്യം, പൗരാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1955. മൗലികാവകാശ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ്. ഹൈക്കോടതിയും ഉൾക്കൊള്ളാറുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് സുപ്രീം കോടതിയാണ്. 5ാമത്തെ ചോദ്യം, മൗലിക കടമകളുടെ ഉറവിടം റഷ്യയിൽ നിന്നാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന. കാറിലെ പതാകയുടെ അളവ് 225 × 150 മീറ്റർ. സഭയിലെ ഏക INC സഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഭയിലെ ഏക മുസ്ലിം വനിത ആരാണ്? ബീഗം ഐസാസ് റസൂൽ. വോട്ടവകാശം എന്ത് തരത്തിലുള്ള അവകാശമാണ്? ഭരണഘടനാപരമായ അവകാശം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട്. വിദ്യാലയങ്ങളിൽ മതപഠനം നിരോധിക്കുന്ന ആർട്ടിക്കിൾ 28. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ റിട്ട് ഹേബിയസ് കോർപ്പസ്. മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്.
ഭരണഘടന കൈപ്പടയിൽ എഴുതിയത് ആര്? പ്രേം ബിഹാരി നരയൻ റൈസാദ. ഗംഗയെ ദേശീയ നദിയാക്കിയത് എന്ന്? 2008. സത്യമേവ ജയതിയുടെ ലിപി ദേവനാഗരി ലിപിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് 2010 ഏപ്രിൽ 1. കേരള വിവരാവകാശ കമ്മീഷൻ വന്ന വർഷം 2005. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമസ്. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കാളി വെങ്കയ്യ. അപ്പോൾ നമ്മുടെ 20 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റഡി ലെവലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നമ്മുടെ 10 ഡേ സ്റ്റഡി സെഷനിൽ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലൈഫ് ട്രാക്കിൻ്റെ സൈഡിൽ നിന്ന് SSCയുടെയോ PSCയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുക. നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്